നല്ല പനിയുണ്ട്, എന്നാലും ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. കാര്യം 34 വർഷങ്ങൾക്ക് മുമ്പ് ഇന്നേ ദിവസം ജനുവരി 2-ാം തീയതി ഒരു ടെസ്റ്റ് മത്സരം നടക്കുന്നു. ഓസ്ട്രേലിയയിൽ വെച്ച്, സിഡ്നിയിൽ വെച്ചായിരുന്നു ആ ടെസ്റ്റ് മത്സരം നടക്കുന്നത്. അപ്പം ആ മത്സരത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട്, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതിലെ ആദ്യത്തെ ഒരു പ്രത്യേകത, ആ മാച്ച് ഡ്രോ ആയി. അത് വലിയൊരു പ്രത്യേകതയായിട്ട് തോന്നുന്നില്ലെങ്കിൽ പോലും അന്നത്തെ കാലഘട്ടത്തിൽ ഇന്ത്യ ഒരു പുറത്തു പോയി, പ്രത്യേകിച്ച് ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, വെസ്റ്റ് ഇൻഡീസ് എന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഒരു മത്സരം സമനിലയിലാക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമായിരുന്നു, ഒരു ജയത്തിന് തുല്യമായിരുന്നു. ആ സമനിലയാക്കാനുള്ളതിന് ഒരു പ്രധാന കാരണം രവിശാസ്ത്രി ആ ഫസ്റ്റ് ഇന്നിങ്സിൽ ഡബിൾ സെഞ്ചുറി എടുത്തു. 206 റൺസ്, 17 4-ഉം 2 6-ഉം അടങ്ങിയ മനോഹരമായ ഒരു ഇന്നിങ്സ്, ഒരു മാരത്തോൺ ഇന്നിങ്സ് ആയിരുന്നു. ആ ഇന്നിങ്സിൻ്റെ ബലത്തിൽ തന്നെയാണ് ഇന്ത്യ സമനില നേടിയത്. അതുപോലെ തന്നെ ആ ഒരു ഇന്നിങ്സിൻ്റെ പ്രത്യേകത, ഓസ്ട്രേലിയക്കെതിരെ ഒരു ഇന്ത്യക്കാരൻ്റെ ആദ്യത്തെ ഡബിൾ സെഞ്ചുറി ആയിരുന്നു അന്നത്തെ ആ മത്സരത്തിൽ പിറന്നത്. ആ മാച്ചിൽ തന്നെ ടെണ്ടുൽക്കർ 148 റൺസ് എടുക്കുകയും അദ്ദേഹത്തിൻ്റെ വണ്ടർ ബോയ് എന്നുള്ളൊരു പേര് ലോക ക്രിക്കറ്റിൽ വരികയൊക്കെ ചെയ്തത് ആ ഒരു ഇന്നിങ്സിലൂടെയായിരുന്നു. ലോകം ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് അദ്ദേഹം കളിക്കുകയും സെഞ്ചുറി എടുക്കുകയൊക്കെ ഉണ്ടെങ്കിൽ പോലും അന്ന് ഓസ്ട്രേലിയക്കെതിരെ നേടിയ ഒരു സെഞ്ചുറിയോടുകൂടിയാണ് ലോകം തന്നെ ടെണ്ടുൽക്കറെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്, ഒരു വണ്ടർ ബോയ് എന്നുള്ളൊരു രീതിയിൽ. പിന്നെ അന്നത്തെ ആ ഒരു മാച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2 പേര് ആ മാച്ചിൽ ആദ്യമായിട്ട് കളിക്കാനിറങ്ങി ടെസ്റ്റ് മത്സരം. അതിൽ ആദ്യത്തേത് ഒരു ഇന്ത്യക്കാരനായിരുന്നു, സുബ്രതോ ബാനർജി. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മാച്ചായിരുന്നു അത്. പക്ഷേ ഈ ഒരു ടെസ്റ്റ് മാച്ചിനെ ക്രിക്കറ്റ് ഉള്ളിടത്തോളം കാലം നമ്മൾ ഓർത്തിരിക്കേണ്ടത് അടുത്ത ഒരു സംഭവത്തോടു കൂടിയായിരുന്നു. അതെ, സ്പിൻ മാന്ത്രികനായ ഷെയ്ൻ വോണിൻ്റെ ആദ്യത്തെ ടെസ്റ്റ് മത്സരമായിരുന്നു അത് ഇന്ത്യയുമായിട്ട് നടന്നത്. ഷെയ്ൻ വോണിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഷെയ്ൻ വോണിന് മുൻപും അതിന് ശേഷവും എന്ന് 2 കാലഘട്ടങ്ങളിലായിട്ട് സ്പിന്നിനെ നമുക്ക് തിരിക്കാൻ പറ്റും. ഷെയ്ൻ വോണിന് മുമ്പ് സ്പിൻ ഇഷ്ടംപോലെ പ്രതിഭാനിതരായ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഷെയ്ൻ വോൺ വന്നതിന് ശേഷമാണ് സ്പിൻ കല ഇത്രത്തോളം ജനകീയമായതും ഇത്രത്തോളം സൗന്ദര്യമുണ്ടെന്ന് ആൾക്കാർക്ക് തോന്നി തുടങ്ങിയതുമൊക്കെ. അപ്പം ആ ഒരു ഷെയ്ൻ വോണിൻ്റെ തുടക്കം ഇന്നിങ്സ് ആയിരുന്നു അത്. പിന്നെ ഇതിനകത്തൊരു വേറൊരു പ്രത്യേകത, ഷെയ്ൻ വോൺ ഒരു വിക്കറ്റേ അന്ന് ആ ഒരു ടെസ്റ്റിൽ നേടാൻ പറ്റുള്ളൂ ഷെയ്ൻ വോണിന്. അദ്ദേഹം 45 ഓവർ ബോൾ ചെയ്തു, 150 റൺസ് വിട്ടുകൊടുത്തു, ഒരു വിക്കറ്റാണ് നേടിയത്. അപ്പം ആ നേടിയ വിക്കറ്റ് അന്ന് ഇന്ത്യക്ക് വേണ്ടി ഡബിൾ സെഞ്ചുറി നേടി ആ ടെസ്റ്റ് സമനിലയാക്കാൻ ഇന്ത്യ സഹായിച്ച രവിശാസ്ത്രിയുടെ ആയിരുന്നു. ബൈ ബൈ. It's in the air, Jones under it, that's the end of the innings. Shane Warne gets his first test wicket after prolonged trial and effort.